January 24th, shift 1, question number 7. Question എടുത്തിരിക്കുന്നത് GOCയിൽ നിന്നാണ്. That means നമ്മുടെ general organic chemistry, some basic principles and techniques നിന്നാണ്. So, the correct stability order of the following diazonium salt is. അപ്പോൾ നമുക്കറിയാം ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇവന്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുക. ഈ ഗ്രൂപ്പുകളുടെ നാച്ചുറൽ നമ്മളൊന്ന് നോക്കിയാൽ OCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് പ്ലസ് ആർ എഫക്റ്റ് ആണ് കാണിക്കുക. പ്ലസ് ആറും മൈനസ് ഐയും ഉണ്ട്. പ്ലസ് ആറിനാണ് പ്രയോറിറ്റി, പ്ലസ് ആർ മാത്രമേ എഴുതുന്നുള്ളൂ. NO2 മൈനസ് ആർ ആണ് കാണിക്കുക, മൈനസ് ഐയും ഉണ്ട്, മൈനസ് ആറിനാണ് പ്രയോറിറ്റി. CN ഈസ് ആൾസോ മൈനസ് ആർ ആൻഡ് മൈനസ് ഐ, മൈനസ് ആറിനാണ് പ്രയോറിറ്റി. നമുക്കറിയാം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ആർ അല്ലെങ്കിൽ പ്ലസ് എച്ച് അല്ലെങ്കിൽ പ്ലസ് ഐ ഗ്രൂപ്പുകളുടെ പ്രസൻസിൽ കൂടുകയും മൈനസ് ആർ അല്ലെങ്കിൽ മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളുടെ പ്രസൻസിൽ കുറയുകയും ചെയ്യും. അപ്പോൾ പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്ന മെത്തോക്സി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ഇവൻ ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. സോ എ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. ഞാൻ അവിടെ പ്ലസ് ആർ എഫക്റ്റാ. റെഡി അല്ലേ? ആണ്. മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്ന ഈ രണ്ടുപേരും ആയിരിക്കും ലീസ്റ്റ് സ്റ്റേബിൾ. ഇനി അതിൽ തന്നെ തന്നിരിക്കുന്ന രണ്ടുപേരുടെയും മൈനസ് ആർ എഫക്റ്റ് നമ്മൾ നോക്കിയാൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ നമ്മൾ നോക്കിയാൽ NO2വിനാണ് CN-നേക്കാൾ ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ ഉള്ളത്. അപ്പൊ ഇവനായിരിക്കും ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. ദിസ് ഇസ് ലീസ്റ്റ് സ്റ്റേബിൾ. റെഡി അല്ലേ? അപ്പൊ എ ആണ് മോസ്റ്റ് സ്റ്റേബിൾ, ബിയും ഡിയും ആണ് ലീസ്റ്റ് സ്റ്റേബിൾ. അതിൽ തന്നെ ബി ആണ് ലീസ്റ്റ് സ്റ്റേബിൾ. ബിനേക്കാൾ സ്റ്റെബിലിറ്റി ഡിക്കുണ്ട്. ഇനി മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഇല്ലാത്ത സി ആയിരിക്കണം ഇതിന്റെ ഇടയിൽ വരിക. അപ്പൊ ACDB എന്നായിരിക്കണം നമ്മുടെ ആൻസർ. ഓപ്ഷൻ 3 ആയിരിക്കണം റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ.